കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം. ഇന്നത്തെ വേദവചന ചിന്തയ്ക്കായി നമുക്ക് അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുന്നു. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെപ്പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. ഈ 2-ാം അധ്യായത്തിന് ഒരു തലക്കെട്ട് കൊടുക്കുവാൻ നമ്മൾ തുനിഞ്ഞാൽ ഇപ്രകാരം നമുക്ക് കൊടുക്കുവാൻ സാധിക്കും: ദൈവവചനത്തിലൂടെ യേശുക്രിസ്തുവിലേക്ക് വരിക എന്ന പത്രോസിന്റെ ആഹ്വാനം. 1-ാം അധ്യായത്തിന്റെ ചുവട് പിടിച്ചു തന്നെയാണ് 2-ാം അധ്യായം എഴുതുന്നത്. 1-ാം അധ്യായത്തിൽ ദൈവവചനത്തിന്റെ പ്രാധാന്യം താൻ വരച്ചു കാണിക്കുന്നു. ദൈവവചനത്തിന്റെ നിത്യതയെക്കുറിച്ചും നിലനിൽപ്പ്, സ്ഥിരത തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് കർത്താവായ യേശുക്രിസ്തുവിലേക്ക് വരുവാൻ നമുക്ക് സാധ്യമാകുന്നത് ദൈവവചനത്തിലൂടെ ആണെന്നുള്ള വലിയൊരു സത്യം ഇവിടെ അപ്പോസ്തലനായ പത്രോസ് നമ്മളോട് സംസാരിക്കുകയാണ്. 1-2 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ഒരു നവജാത ശിശുവിനെ അപ്പോസ്തലനായ പത്രോസ് പ്രസന്റ് ചെയ്യുന്നുണ്ട്. വളരെ ഉദാത്തമായ ഒരു ഉദാഹരണമാണ് നവജാത ശിശുവിനെക്കുറിച്ച് ഇവിടെ അപ്പോസ്തലനായ പത്രോസ് നൽകുന്നതായ ഉദാഹരണം. നമുക്കറിയാവുന്ന പോലെ ഒരു നവജാത ശിശുവിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിൽ ദുഷ്ടതയില്ല, ചതിവില്ല, വ്യാജഭാവമില്ല, അസൂയയില്ല, നുണ പറയില്ല. അങ്ങനെയുള്ള ഒരു കുഞ്ഞ്. ആ കുഞ്ഞിന് കൊടുക്കുന്ന ആഹാരം എന്ന് പറയുന്നത് അമ്മയുടെ മുലപ്പാലാണ്. ഒരിക്കലും ഒരു കുഞ്ഞ് അമ്മയോട് ആവശ്യപ്പെടുകയില്ല, അമ്മ എനിക്ക് വിശക്കുന്നു എന്ന്. മറിച്ച് ആ കുഞ്ഞിന്റെ ആഗ്രഹത്തെ കണ്ടുകൊണ്ട്, വാഞ്ചയെ കണ്ടുകൊണ്ട്, അതിന്റെ ആംഗ്യങ്ങൾ കണ്ടുകൊണ്ട് ആ അമ്മ ആ കുഞ്ഞിന് പാല് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ എപ്രകാരമായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊരു സൂചന ദൈവത്തിന്റെ വചനം അപ്പോസ്തലനായ പത്രോസിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നു. ദൈവവചനം ശരിയായി നമുക്ക് കൈക്കൊള്ളുവാൻ കഴിയണമെങ്കിൽ നമ്മിലുള്ള സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളയണം. ഇത് വെച്ചുകൊണ്ട് ദൈവവചനം നാം ഭക്ഷിക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും അത് ശരിയാവണ്ണമുള്ള പോഷണം ആവുകയില്ല. ശരിയാവണ്ണമുള്ള പോഷണം എന്ന് പറയുന്നത് നാം ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ ആയിത്തീരണം. കർത്താവ് യേശുക്രിസ്തു ശിശുക്കളെക്കുറിച്ച് പറഞ്ഞ കാര്യം ഈ തരുണത്തിൽ ഞാൻ ഓർക്കുകയാണ്. യേശു പറഞ്ഞു, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുത്, ഇങ്ങനെയുള്ളവരുടേതല്ലോ ദൈവരാജ്യം. അപ്പോൾ നോക്കിക്കേ, ആത്മീക വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമായൊരു ഘടകം നാം ശിശുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് നമ്മളോട് പറയുന്നത്. നമ്മിലുള്ള സകല ദുഷ്ടതയും ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളയണം. നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇതെങ്ങനെ സാധ്യമാകും? നമ്മെക്കൊണ്ട് കഴിയുന്ന കാര്യമാണോ ഇത്? ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അല്പം ദുഷ്ടത വേണ്ടേ? അല്പം ചതിവ് വേണ്ടേ? അല്പം വ്യാജഭാവം വേണ്ടേ? അല്പം അസൂയ വേണ്ടേ? അല്പം നുണ പറയണ്ടേ? ഒരു കാര്യം സ്പഷ്ടമാണ്, നമ്മെക്കൊണ്ട് ഇതൊന്നും നീക്കുവാൻ സാധിക്കത്തില്ല. ഇവിടെ നീക്കിക്കളഞ്ഞു എന്ന് അപ്പോസ്തലനായ പത്രോസ് പറയുമ്പോൾ തന്നെ നാം ഒരിക്കലും വിസ്മരിക്കരുതാത്ത ഒരു സത്യമുണ്ട്. നമുക്ക് ഒറ്റയ്ക്ക് ഒരു ആത്മീയ ജീവിതം നയിക്കുവാൻ സാധ്യമല്ല. അതിന് നമ്മെ സഹായിക്കുവാനാണ് ദൈവം തൻ്റെ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ നമ്മുടെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നത്. കാര്യസ്ഥൻ എന്ന് പറയുമ്പോൾ അവനെ സഹായകൻ എന്ന് വിശുദ്ധ വേദപുസ്തകം വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാം നീക്കിക്കളയുവാൻ നമുക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് സാധിക്കത്തില്ല എന്നതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നാം തേടുമ്പോൾ ഇത് നമുക്ക് സാധ്യമാണ്. പ്രിയമുള്ളവരെ, ഒരാൾക്ക് പോലും ഒറ്റയ്ക്ക് ഒരു ആത്മീയ ജീവിതം നയിക്കാൻ സാധ്യമല്ല. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തേടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് സാധ്യമാണ്. 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, ഇപ്പോൾ ജനിച്ച ശിശുക്കളെപ്പോലെ രക്ഷയ്ക്കായി വളരുവാൻ. എന്തിനാണ് നാം വളരേണ്ടത്? രക്ഷയ്ക്കായി. അതായത് കർത്താവ് യേശുക്രിസ്തു മൂലം നമുക്ക് പ്രാപിക്കാൻ കഴിയുന്ന രക്ഷ, അതിൽ നാം വളർന്നു വരണം. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു എന്നതുകൊണ്ട് എല്ലാം ആകുന്നില്ല. രക്ഷയ്ക്കായി നാം വളരേണ്ടത് ആവശ്യമാണ്. ഒരു കുട്ടി, അതിന് വളർച്ച ആവശ്യമാണ്. അതിൻ്റെ മാനസിക വളർച്ച ആവശ്യമാണ്, അതിന് ശാരീരിക വളർച്ച ആവശ്യമാണ്. എന്നതുപോലെ തന്നെ രക്ഷയ്ക്കായി നാം വളരേണ്ടതുണ്ട്. അതിന് നാം മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. വാഞ്ചിക്കുക എന്നുള്ളതിന് ഇംഗ്ലീഷ് ബൈബിളിൽ കൊടുത്തിരിക്കുന്ന വാക്ക് ഡിസയർ എന്നൊരു വാക്കാണ്. സങ്കീർത്തനം 42:1 നമുക്ക് ഇതേ ഒരു പദപ്രയോഗം കാണാൻ കഴിയുന്നുണ്ട്. അവിടെയും വാഞ്ചിപ്പീൻ എന്നുള്ള അർത്ഥമാണ്. പഴയ നിയമ ഗ്രീക്ക് പതിപ്പിൻ്റെ, അതായത് സെപ്റ്റുവജന്റ് ട്രാൻസ്ലേഷനിൽ ഈ വാഞ്ചയെ ഒരു കുഞ്ഞിൻ്റെ വാഞ്ച, ഒരു കുഞ്ഞ് മുലപ്പാൽ കുടിക്കുവാൻ ആഗ്രഹിക്കുന്ന ആ വാഞ്ചയും, അതുപോലെ തന്നെ
42-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് പോലെ മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലാനുള്ള വാഞ്ച, അതേ വാഞ്ച തന്നെയാണ് നമുക്കും ഉണ്ടാകേണ്ടത്. ദൈവവചനത്തെക്കുറിച്ചുള്ള ഒരു വാഞ്ച നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അതൊരു ശിശുവിനെ പോലെ ആയിരിക്കണം. ഒരിക്കലും ഒരു മാതാവ് തൻ്റെ ബ്രസ്റ്റ് മിൽക്കിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വിശേഷണം കൊടുത്തിട്ടല്ല കുഞ്ഞിനെ അത് കുടിപ്പിക്കുന്നത്. ഒരിക്കലും അതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ആ അമ്മ സംസാരിക്കുകയില്ല. കാരണം സംസാരിച്ചിട്ടും കാര്യമില്ല, കുഞ്ഞിനത് തിരിയാൻ സാധിക്കത്തില്ല. എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം, ആ കുഞ്ഞിൽ ഈ പാല് കുടിക്കാനുള്ളൊരു വാഞ്ച ദൈവം സ്വതവേ അതിന് കൊടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി അത് ആംഗ്യങ്ങൾ കാണിക്കുമ്പോൾ അമ്മയ്ക്കത് മനസ്സിലാകുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ ദൈവവചനത്തിന് വേണ്ടിയുള്ള വാഞ്ച ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ വാഞ്ചയെ നിറവേറ്റുവാനിടയായിത്തീരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഉള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഓരോ ദിവസവും നമുക്ക് അന്നന്ന് വേണ്ട വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കുവാൻ സാധിക്കും. ഇവിടെ അവസാനമായി പറയുന്നൊരു വാക്കുണ്ട്, കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. പാലിന് ഒരു ടേസ്റ്റ് ഉള്ളതുപോലെ, അത് ആസ്വദിച്ച് ഒരു കുഞ്ഞ് കുടിക്കുന്നത് പോലെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം അതിൻ്റെ പൂർത്തീകരണം സംഭവിക്കുന്നത് നാം ആ വചനമാകുന്ന യേശുവിനെ അനുഭവിക്കുമ്പോഴാണ്. രോഗസൗഖ്യം നാം അനുഭവിക്കുമ്പോൾ, സമാധാനം നാം അനുഭവിക്കുമ്പോൾ, സ്വസ്ഥത നാം അനുഭവിക്കുമ്പോൾ, വിടുതൽ നാം അനുഭവിക്കുമ്പോൾ ഈ വചനമെന്ന മായമില്ലാത്ത പാലിനെ നമ്മൾ രുചിച്ചറിയുകയാണ്. അതെ, ഈ ദിവസങ്ങളിൽ ഇതിനാസ്പദമായി നമുക്കുണ്ടാകേണ്ട പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് കൂടെയുള്ള ഒരു കൂട്ടായ്മയാണ്. ആയതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയപിതാവേ, ഈ കേൾപ്പിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. ഞങ്ങൾ കർത്താവ് യേശുക്രിസ്തുവിനെ രുചിച്ച് അറിയുവാൻ, യഹോവ നല്ലവരെന്ന് രുചിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ കേന്ദ്രീകൃതമായൊരു ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ല ഒരു ദിവസം നേരുന്നു. God bless you all.